നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണമേന്മ പരിശോധിക്കാം. ചിക്ക് സെക്സിംഗിലും ഹാച്ചറി മാനേജ്മെന്റിലും പരിശീലനം. പോളി ഹൌസ് നിർമ്മിക്കാൻ സബ്സിഡി. വിശദമായ വാർത്തകളിലേക്ക്. ക്ഷീരകർഷകരും പൊതുജനങ്ങളും കൊണ്ടുവരുന്ന പശു, എരുമ, ആട് എന്നിവയുടെ പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണമേന്മ പരിശോധിക്കുന്നതിനും പാൽ ഗുണനിയന്ത്രണ ഗ്ലാസ് ഉപകരണങ്ങൾ കാലിബ്രേറ്റ് ചെയ്യുന്നതിനുമുള്ള സൌകര്യം മണ്ണുത്തി ഡയറി സയൻസ് കോളേജ് ക്ഷീരരസതന്ത്ര വിഭാഗത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9895424209 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, കറിവേപ്പില തൈകൾ എന്നിവ തിരുവനന്തപുരം സാഫല്യം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സിറ്റി കോർപ്പറേഷൻ കൃഷിഭവനിൽ ലഭ്യമാണ്. ആവശ്യക്കാർ കൃഷിഭവനിൽ നിന്നും തൈകൾ വാങ്ങണമെന്ന് ഫീൽഡ് ഓഫീസർ അറിയിച്ചു. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാര അർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30%ആയി കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്തബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലും ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലും നടത്തുന്ന 5 മാസത്തെ ചിക്ക് സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും വിശദവിവരങ്ങളും മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. വെബ്സൈറ്റ് വിലാസം www.asd.kerala.gov.in. ഫോൺ നമ്പർ 0471-273-2913. മഴക്കാലത്ത് കറവ പശുക്കളിൽ വൈറസ് രോഗമായ മുടന്തൻ പനിക്ക് സാധ്യതയേറെയാണ്. സാൻപ്ലൈ ഇനം മണലീച്ചകളാണ് രോഗം പരത്തുന്നത്. ഈച്ചകളെ നിയന്ത്രിക്കാൻ തൊഴുത്തിൽ പുകയ്ക്കുന്നതും വേപ്പെണ്ണയിൽ കർപ്പൂരം ചേർത്ത് കന്നുകാലികളുടെ ദേഹത്ത് തടവുന്നതും നല്ലതാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം പോളി ഹൌസ് നിർമ്മിക്കാൻ 75%, ഡ്രിപ്പ് സ്പ്ലിങ്കർ ഇറിഗേഷൻ എന്നിവയ്ക്ക് 45%, കൂൺ കൃഷിക്ക് 40% സബ്സിഡി നിരക്കിൽ ധനസഹായം നൽകുന്നു. താൽപര്യമുള്ളവർ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് പത്തനംതിട്ട ജില്ലാ കൃഷി ഓഫീസർ അറിയിച്ചു. നെടുമങ്ങാട് കൃഷിഭവനിൽ 2012 വർഷത്തിൽ നാളികേര വികസന പദ്ധതി പ്രകാരം തെങ്ങ് മുറിച്ചു മാറ്റിയവർക്കുള്ള ധനസഹായം കൃഷിഭവനിൽ വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾ ഈ മാസം 27-ാം തീയതിക്ക് മുൻപ് വാർഡ് കൌൺസിലറുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടണം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,100 രൂപ, കോഴിക്കോട് 11,000 രൂപ, തൃശൂർ 10,500 രൂപ. കൊപ്ര കൊച്ചി 6,785 രൂപ, കോഴിക്കോട് 7,100 രൂപ, തൃശൂർ 7,175 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ. ചുക്ക് മീഡിയം 23,500 രൂപ, ചുക്ക് ബെസ്റ്റ് 24,500 രൂപ. മഞ്ഞൾ സേലം 8,200 രൂപ, മഞ്ഞൾ ഈറോഡ് 8,400 രൂപ. അടയ്ക്ക പുതിയത് 23,500-നും 24,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,550 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,550 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,100 രൂപ, കൊപ്ര 6,785 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 1,900 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ. ചുക്ക് മീഡിയം 23,500 രൂപ, ചുക്ക് ബെസ്റ്റ് 24,500 രൂപ. അടയ്ക്ക പുതിയത് 23,500-നും 24,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 250-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350-നും 425-നും മധ്യേ. ജാതിപത്രി 550-നും 800-നും മധ്യേ. ഗ്രാമ്പു 820 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,550 രൂപ. ഒട്ടുപാൽ 8,400 രൂപ, ലാറ്റക്സ് 10,500 രൂപ. കമ്പോള അവലോകനം. കാർഷിക മേഖലകൾ കേന്ദ്രീകരിച്ച് കൊപ്രയും നാളികേരവും ശേഖരിക്കാൻ വ്യവസായികൾ വീണ്ടും നീക്കം തുടങ്ങി. സംസ്ഥാനത്ത് കൊപ്രയ്ക്ക് ആവശ്യമുയർന്നത് കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് നേട്ടമായി. അതേസമയം മലബാർ മേഖലയിൽ എണ്ണ സ്റ്റഡിയായി നിലകൊണ്ടു. കൊച്ചിയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ 57,000 കിലോ ചരക്ക് ലേലം കൊണ്ടു. ആഭ്യന്തര ഇടപാടുകാർ വലിപ്പം കുറഞ്ഞ ഇനങ്ങൾക്ക് കിലോ 980 രൂപ വരെ നൽകി. അനുകൂല കാലാവസ്ഥയിൽ വിളവെടുപ്പ് ഊർജിതമായത് ഏലത്തിന്റെ ലഭ്യത ഉയർത്തി. റബ്ബർ അവധി നിരക്കുകൾ ഉയർന്നുവെങ്കിലും വൻകിട കമ്പനികൾക്ക് ചരക്ക് സംഭരണ രംഗത്ത് ഇനിയും സജീവമല്ല. മികച്ച ഇനം ഷീറ്റ് വിലയിൽ നേരിയ മുന്നേറ്റം ദൃശ്യമായി.
ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവം കുരുമുളകിന്റെ മുന്നേറ്റത്തിന് തടസ്സമായെങ്കിലും ഉൽപാദകർ ചരക്ക് നീക്കം കുറച്ചതിനാൽ വിലയിൽ കാര്യമായ മാറ്റമില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.7, 24.8, കൊച്ചി 28.8, 24, ആലപ്പുഴ 28.9, 23.8, പുനലൂർ 32.4, 23.8, തിരുവനന്തപുരം 31, 24.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.